സെൻഡാനൈറ്റ് എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നെറ്റ്, സെറ്റ്, KVS കേന്ദ്രീയ വിദ്യാലയ സമിതി, NVS നവോദയ വിദ്യാലയ സമിതി തുടങ്ങിയ പരീക്ഷകളിൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന 100 MCQ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൽ കൂടുതലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ്, ഇതുപോലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ഫോർ സെർവിങ് ദ എഡ്യൂക്കേഷണൽ സെക്ടർ ഈസ് നോൺ as. ഉത്തരം എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയെ സെർവ് ചെയ്യാൻ വേണ്ടി ആദ്യമായി വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഏതാണ്? എജുസാറ്റ് ആണ് ഉത്തരം. എജുസാറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഡയറക്റ്റ് കൗൺസിലിംഗിന്റെ പിതാവ് ആരാണ്? ഹു ഈസ് ദ ഫാദർ ഓഫ് ഡയറക്റ്റീവ് കൗൺസിലിംഗ്? ഉത്തരം E.G. വില്യംസൺ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യാസ് ഫസ്റ്റ് ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഹരിയാന. നാലാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. നിലവിൽ വന്ന വർഷം 1982, 1982. അഞ്ചാമത്തെ ചോദ്യം, നാക്ക്. നമുക്കറിയാം അല്ലെ, നാക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ആ നാക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം? ഉത്തരം 1994. So, the National Assessment and Accreditation Council was established in the year 1994. ആറാമത്തെ ചോദ്യം, in which state the first children's university was established in India? ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിൽഡ്രൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഉത്തരം ഗുജറാത്ത്. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ICSSR? ICSSRന്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. എട്ടാമത്തെ ചോദ്യം, NBTEL പ്രോജക്ട് ഫണ്ടഡ് ബൈ MHRD സ്റ്റാൻഡ്സ് ഫോർ. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫണ്ട് ചെയ്യുന്ന NBTEL പ്രോജക്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഒൻപതാമത്തെ ചോദ്യം, NLM സ്റ്റാൻഡ്സ് ഫോർ. NLMന്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം നാഷണൽ ലിറ്ററസി മിഷൻ. നാഷണൽ ലിറ്ററസി മിഷൻ. പത്താമത്തെ ചോദ്യം, ഹു പ്രൊപ്പൗണ്ടഡ് ദ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ്? ആൻസർ ഓറോബിന്ദോ. ഓറോബിന്ദോയാണ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. 11ാമത്തെ ചോദ്യം, കിൻഡർഗാർട്ടൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. കിൻഡർഗാർട്ടൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഫ്രബൽ. ഫ്രബലാണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, ദ മെയിൻ പർപ്പസ് ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈസ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം, പർപ്പസ് എന്താണ്? ഉത്തരം ടു ഇംപ്രൂവ് ദ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ മൊത്തം വിദ്യാഭ്യാസ സിസ്റ്റത്തിന്, സമ്പ്രദായത്തിന് മെച്ചപ്പെടുത്തുക. 13ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് പ്രാഗ്മാറ്റിസം ഗിവ് ബർത്ത് ടു? പ്രാഗ്മാറ്റിസം ജന്മം നൽകിയത് എന്ത് ആശയത്തിനാണ്? എന്ത് മെത്തേഡിനാണ്? ഉത്തരം പ്രോജക്റ്റ് മെത്തേഡ്. പ്രോജക്റ്റ് മെത്തേഡിനാണ് പ്രാഗ്മാറ്റിസം ജന്മം നൽകിയത്. 14ാമത്തെ ചോദ്യം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ മെയിൻലി യൂസ്ഡ് ടു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയാണ് പ്രധാനമായും കണ്ടക്ട് ചെയ്യുന്നത്? ഉത്തരം ടു മെഷർ പൊട്ടൻഷ്യാലിറ്റി. കുട്ടികളുടെ പൊട്ടൻഷ്യാലിറ്റി മെഷർ ചെയ്യാൻ, അളക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫാദർ ഓഫ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്? നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ പിതാവ് ആരാണ്? ഉത്തരം കാൾ റോജേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ പിതാവിനെ കുറിച്ചായിരുന്നു. ശ്രദ്ധിക്കുക, ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ ഫാദർ E.G. വില്യംസൺ, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ ഫാദർ കാൾ റോജേഴ്സ്. അടുത്ത 16ാമത്തെ ചോദ്യം, വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ? ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഉത്തരം വുഡ്സ് ഡിസ്പാച്ച്. വുഡ്സ് ഡിസ്പാച്ച് ആണ് ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട. 17ാമത്തെ ചോദ്യം,
വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് മൂക്ക്? മൂക്കിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫുൾ ഫോം എന്താണ്? ഉത്തരം മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണ് മൂക്ക് എന്ന് അറിയപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം, മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ഫണ്ടഡ് ബൈ. ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയും ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഉത്തരം UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയെയും ഫണ്ട് ചെയ്യുന്നത്. 19ാമത്തെ ചോദ്യം, ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് റീജിയണൽ ഓഫീസേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷന് എത്ര റീജിയണൽ ഓഫീസേഴ്സ് ആണ് ഇന്ത്യയിൽ ഉള്ളത്? ഉത്തരം 7 റീജിയണൽ ഓഫീസേഴ്സ്. 7 റീജിയണൽ ഓഫീസേഴ്സ് ആണ് UGCക്ക് ഇന്ത്യയിൽ ഉള്ളത്. 20ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച്ഡ് ബൈ IGNOU ഓൺ 26 January 2003, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ടെക്നിക്കൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി 2003 ജാനുവരി മാസം 26-ാം തീയതി IGNOU ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് ചാനലിൻ്റെ പേര് എന്താണ്? ഉത്തരം ഏകലവ്യ ചാനൽ. ഏകലവ്യ ചാനലാണ് IGNOU ലോഞ്ച് ചെയ്തത്. 1ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഫാദർ ഓഫ് എക്ലറ്റിക് കൗൺസിലിംഗ്? എക്ലറ്റിക് കൗൺസിലിംഗിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം തോൺ. തോണാണ് എക്ലറ്റിക് കൗൺസിലിംഗിൻ്റെ ഫാദർ. ഡയറക്റ്റിക് കൗൺസിലിംഗിൻ്റെ ഫാദർ EG വില്യംസണും നോൺ ഡയറക്റ്റിക് കൗൺസിലിംഗിൻ്റെ ഫാദർ കാൾ റോജേഴ്സുമാണ്. 22ാമത്തെ ചോദ്യം, ദി പർപ്പസ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈസ് ടു. ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ഉത്തരം റീച്ച് ദ അൺറീച്ചബിൾ. 23ാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദ്സ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് അസ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം എന്ത് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്? ഉത്തരം നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ടാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം, ഓൺ ദ ബേസിസ് ഓഫ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഉത്തരം 3 കാറ്റഗറീസ്. 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ 1ാമത്തേത് ഓട്ടോക്രാറ്റിക്, 2 ഡെമോക്രാറ്റിക്, 3ാമത്തേത് ലെയ്സസ് ഫെയർ. 25ാമത്തെ ചോദ്യം, ദ ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ ഓട്ടോക്രാറ്റിക് സിസ്റ്റം ഈസ് സപ്പോർട്ടഡ് ബൈ. നേരത്തെ പറഞ്ഞ ഓട്ടോക്രാറ്റിക് സിസ്റ്റം സപ്പോർട്ട് ചെയ്തത് ആരാണ്? HC മോറിസൺ. ഉത്തരം HC മോറിസൺ. 26ാമത്തെ ചോദ്യം, NL ഗേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെഫിനിഷൻസ് ഓഫ് ടീച്ചിങ് ബേസ്ഡ് ഓൺ. NL ഗേജ് സപ്പോർട്ട് ചെയ്ത സിസ്റ്റം ഏതാണ്? ഡെമോക്രാറ്റിക് സിസ്റ്റം. ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് NL ഗേജ് സപ്പോർട്ട് ചെയ്തത്. 27ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നീറ്റ്, ആൻ എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ഇൻ ടു മെഡിക്കൽ കോഴ്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടി നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം ദ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. 28ാമത്തെ ചോദ്യം, പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ദ മദർ ടങ് ഹാസ് ബീൻ സേഫ് ഗാർഡഡ് ഇൻ ആർട്ടിക്കിൾ. പ്രാഥമിക വിദ്യാഭ്യാസം, മാതൃഭാഷയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം 350. ആർട്ടിക്കിൾ 350. 29ാമത്തെ ചോദ്യം, നവോദയ സ്കൂൾസ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ടു. നവോദയ വിദ്യാലയങ്ങൾ പ്രധാനമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തരം പ്രൊവൈഡ് ഗുഡ് എഡ്യൂക്കേഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലയിൽ വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നവോദയ വിദ്യാലയസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 30ാമത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് 3H ഇൻ എഡ്യൂക്കേഷൻ ഈസ്. വിദ്യാഭ്യാസത്തിൽ 3H 3 Hകൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഉത്തരം ഹെഡ്, ഹേർട്ട് ആൻഡ് ഹാൻഡ്. 3H എന്ന് പറഞ്ഞാൽ ഹെഡ്, ഹേർട്ട് ആൻഡ് ഹാൻഡ്. 31ാമത്തെ ചോദ്യം, ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് എ ലെസൺ പ്ലാൻ യു ഗെറ്റ് ദ സ്റ്റുഡൻറ്റ്. ഒരു ലെസൺ പ്ലാനിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കൺവേ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? എന്തായിരിക്കണം? ഉത്തരം പ്രീവിയസ് നോളജ്. 32ാമത്തെ ചോദ്യം, ദ ഇൻ്റലക്ച്വൽ റേഞ്ച് ഓഫ് സ്ലോ ലേണേഴ്സ് ഈസ്. സ്ലോ ലേണേഴ്സിൻ്റെ ഇൻ്റലിജൻസ് റേഞ്ച് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ റേഞ്ച് എത്രയാണ്? ഉത്തരം 70 to 90 ആണ്. എന്നാൽ ആവറേജ് എന്ന് പറയുന്നത് 90 to 110 ആണ്. 33ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ഓർഡർ ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഓർഡർ എന്താണ്?
ഉത്തരം LSRW. L stands for learning, S stands for speaking, R stands for reading and W stands for writing. അപ്പം ശ്രദ്ധിക്കുക, ലേണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് ദെൻ റൈറ്റിംഗ്. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. 34ാമത്തെ ചോദ്യം, ഹു വാസ് ദി പയനിയർ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് IQ ടെസ്റ്റിംഗ്? IQ ടെസ്റ്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ആൽഫ്രഡ് ബിനറ്റ്. ആൽഫ്രഡ് ബിനറ്റ് ആണ് IQ ടെസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്തത്. 35ാമത്തെ ചോദ്യം, ഇൻ വിച്ച് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ദ ടീച്ചിങ് ഓഫ് സെൻസസ് എംഫസൈസ്ഡ് അപ്പോൺ? ടീച്ചിങ് ഓഫ് സെൻസസ് അത് നിർബന്ധമാക്കിയ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഏതാണ്? ഉത്തരം മോണ്ടിസറി സിസ്റ്റം. മറിയ മോണ്ടിസോറിയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. 36ാമത്തെ ചോദ്യം, ഹു പ്ലേഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മീഡിയം ആക്കണം എന്ന് തീരുമാനമെടുത്ത വ്യക്തി ആരാണ്, അല്ലെങ്കിൽ അതിൽ പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഉത്തരം ലോർഡ് മക്കലോയ്. ലോർഡ് മക്കലോയ് ആണ് ഈ ഒരു തീരുമാനം എടുത്തത്. 37ാമത്തെ ചോദ്യം, ഓൺ വിച്ച് ലിസ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഡ്യൂക്കേഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റ്. 38ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ safeguards the right of minorities to establish and run educational institutions of their own liking? ഇന്ത്യയിലെ മൈനോറിറ്റീസിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് അവരുടെ ഇഷ്ടപ്രകാരം റൺ ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30ലാണ് ഇത്തരം മൈനോറിറ്റീസിന് ഉള്ള ഒരു അവകാശം കൊടുത്തിരിക്കുന്നത്. 39ാമത്തെ ചോദ്യം, വിച്ച് യൂണിവേഴ്സിറ്റി ഹാസ് അഡോപ്റ്റഡ് ദ മീറ്റ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ്? മീറ്റ യൂണിവേഴ്സിറ്റി എന്ന ആശയം ഏത് യൂണിവേഴ്സിറ്റിയാണ് അഡോപ്റ്റ് ചെയ്തത്? ഉത്തരം ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് മീറ്റ യൂണിവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തത്. 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്? ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ധൻബാദ്. ധൻബാദ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. 41ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് എവർ ഡിസ്ട്രിക്ട് വിച്ച് ഹാഡ് അച്ചീവ്ഡ് ഫുൾ ലിറ്ററസി ഈസ്? ഇന്ത്യയിലെ ഏത് ജില്ലയാണ് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്? ഉത്തരം എറണാകുളം. കേരളത്തിലെ എറണാകുളം ജില്ലയാണ് ഫുൾ ലിറ്ററസി അച്ചീവ് ചെയ്തത്. 1990-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ് ഇത് ഡിക്ലെയർ ചെയ്തത്. 42ാമത്തെ ചോദ്യം, as on date, how many central universities are there in the country? നമ്മുടെ രാജ്യത്ത് മൊത്തം എത്ര സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഉള്ളത്? ഉത്തരം 2020-ലെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 46 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഉത്തരം 46. 43ാമത്തെ ചോദ്യം, NLM വാസ് ലോഞ്ച്ഡ് ഇൻ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NLM എന്ന് പറഞ്ഞാൽ നാഷണൽ ലിറ്ററസി മിഷൻ. അപ്പോൾ നാഷണൽ ലിറ്ററസി മിഷൻ ലോഞ്ച് ചെയ്ത വർഷം ഏത്? ഉത്തരം 1988. 1988ലാണ് നാഷണൽ ലിറ്ററസി മിഷൻ ലോഞ്ച് ചെയ്തത്. 44ാമത്തെ ചോദ്യം, വെയർ ഈസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. മുംബൈയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. 45ാമത്തെ ചോദ്യം, വെൻ വാസ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കമൻസ്ഡ്? സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാമായ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഏത് വർഷമാണ് ആരംഭിച്ചത്? ഉത്തരം 1986. 1986ലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. ഇനി എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ പ്രൈമറി സ്കൂൾസിന് ആവശ്യമായിട്ടുള്ള മിനിമം ഫെസിലിറ്റീസ് സപ്ലൈ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം. 46ാമത്തെ ചോദ്യം, അതും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രോഗ്രാം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഈസ് ഫോർ? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാം ഏത് സ്കൂൾസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? ഉത്തരം പ്രൈമറി സ്കൂൾസ്.
പ്രൈമറി സ്കൂൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പ്രോഗ്രാം സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തത്. 47ാമത്തെ ചോദ്യം, ഹൂ ഗെറ്റ്സ് ദ ക്രെഡിറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ദ ഡെൽറ്റൺ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ? ഡെൽറ്റൺ മെത്തേഡ്, എഡ്യൂക്കേഷനിലെ ഡെൽറ്റൺ മെത്തേഡ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഹെലൻ പാർക്കൂസ്റ്റ്. 1919 ഹെലൻ പാർക്കൂസ്റ്റ് ആണ് ഡെൽറ്റൺ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു സെക്കൻഡറി എഡ്യൂക്കേഷൻ ടെക്നിക്കാണ്. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ലേണിംഗ്. ഇൻഡിവിജ്വൽ ലേണിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ ടെക്നിക്കാണ് ഡെൽറ്റൺ പ്ലാൻ എന്ന് പറയുന്നത്. 48ാമത്തെ ചോദ്യം, അണ്ടർ ദ പ്രോജക്റ്റ് മെത്തേഡ് ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ്? വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോജക്റ്റ് മെത്തേഡിൽ ഒരു ടീച്ചറിൻ്റെ റോള് എന്താണ്? ഉത്തരം ഗൈഡ്. ശ്രദ്ധിക്കുക, പ്രോജക്റ്റ് മെത്തേഡിൽ ടീച്ചർ ഒരു ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 49ാമത്തെ ചോദ്യം, വിച്ച് ക്വാളിറ്റി ഓഫ് ദ ടീച്ചർ ഈസ് ലൈക്ഡ് മോസ്റ്റ് ബൈ സ്റ്റുഡൻസ്? കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? ഉത്തരം ഹിസ് ഇമ്പാർഷ്യാലിറ്റി. ഇമ്പാർഷ്യൽ ബിഹേവിയർ ആണ് ടീച്ചറിൽ നിന്നും കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ക്ലാസ് ടീച്ചിങ് ദ ടീച്ചർ ഷുഡ് ടേക്ക് ഹിസ് സ്റ്റുഡൻസ് ഫ്രം? ക്ലാസ്സിൽ ടീച്ചർ ഒരു വിഷയം പഠിപ്പിക്കുന്ന ടൈമിൽ ആ ടീച്ചർ കുട്ടികളെ എവിടെ നിന്ന് എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത്? അതായത് ഉത്തരം നോൺ ടു അൺനോൺ. കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം ആദ്യം പറയുക, അതിൽ നിന്ന് അറിഞ്ഞൂടാത്ത പാഠഭാഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. 51ാമത്തെ ചോദ്യം, ദ വേർഡ് കിൻഡർ ഗാർട്ടൻ ഹാസ് ബീൻ ഡ്രോൺ ഫ്രം ദ ജർമ്മൻ ലാംഗ്വേജ്. ഇറ്റ്സ് മീനിങ് ഈസ്? ജർമ്മൻ ലാംഗ്വേജിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന വാക്കായ കിൻഡർ ഗാർട്ടൻ്റെ മീനിങ് എന്താണ്? ഉത്തരം ചിൽഡ്രൻസ് ഗാർഡൻ. കിൻഡർ ഗാർട്ടൻ്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഗാർഡൻ. 52ാമത്തെ ചോദ്യം, ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ കമ്മിറ്റി റിലേറ്റഡ് ടു നാഷണൽ എഡ്യൂക്കേഷൻ ഇൻ 1937? 1937 നാഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ കമ്മിറ്റിയിലെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ ആണ് 1937 നാഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ കമ്മിറ്റിയുടെ ചെയർമാൻ. 53ാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബുക്ക് ആൻഡ് ദ ഐ വൈൽ റീഡിംഗ് ദ ഫോർമർ? നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് ബുക്കും നമ്മുടെ കണ്ണുമായി എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം? ഉത്തരം മിനിമം 15 ഇഞ്ചസ്. 15 ഇഞ്ചസ് അകലം ബുക്കും കണ്ണുമായി ഉണ്ടായിരിക്കണം. 54ാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം എഡ്വേർഡ് ലീ തോണ്ടൈക്ക്. തോണ്ടൈക്ക് ആണ് ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. 55ാമത്തെ ചോദ്യം, വിച്ച് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ടേംഡ് ദ റോൾ ഓഫ് എ ടീച്ചർ ആസ് മിയർ ഗൈഡ് ആൻഡ് ഒബ്സർവർ? ഏത് എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലാണ് ഒരു ടീച്ചറിൻ്റെ റോളിന് ഒരു ഗൈഡായിട്ടും ഒരു ഒബ്സർവറായിട്ടും കണക്കാക്കുന്നത്? ഉത്തരം നാച്ചുറലിസം. നാച്ചുറലിസം എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലാണ് ടീച്ചറിനെ ഗൈഡായിട്ടും ഒബ്സർവറായിട്ടും കണക്കാക്കുന്നത്. 56ാമത്തെ ചോദ്യം, കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ക്വാളിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ വാസ് ബ്രോട്ട് ഔട്ട് ബൈ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ദ ഇയർ? ഏത് വർഷമാണ് NCTE അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഓവറോൾ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കരിക്കുലം ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഉത്തരം 1996ലാണ്. 1996ലാണ് കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ക്വാളിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 57ാമത്തെ ചോദ്യം, SNDT യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ? SNDT യൂണിവേഴ്സിറ്റി അഥവാ ശ്രീമതി നാദിബായ് ദാമോദർ താക്കർഷി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. മുംബൈയിലാണ് SNDT യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. 58ാമത്തെ ചോദ്യം, വെയർ ഈസ് NCRI സിറ്റുവേറ്റഡ്? എവിടെയാണ് NCRI അഥവാ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹൈദരാബാദ്. 1995 ഒക്ടോബർ മാസം 19-ാം തീയതി ഹൈദരാബാദിലാണ് NCRI ഫോം ചെയ്തത്. 59ാമത്തെ ചോദ്യം, വിച്ച് ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ ലേണിംഗ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ? നമ്മൾ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ടൈമിൽ കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി
ഏത് ഇവാലുവേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ഉത്തരം ഫോർമാറ്റീവ് ഇവാലുവേഷൻ. ഫോർമാറ്റീവ് ഇവാലുവേഷനാണ് വ്യക്തമായിട്ട് കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. 60ാമത്തെ ചോദ്യം, CBSE announced the celebration of Ganit Week in schools to commemorate the birth anniversary of legendary mathematician Srinivasa Ramanujan. ഗണിത് സ്റ്റാൻഡ്സ് ഫോർ. ലോകം അറിയപ്പെടുന്ന പ്രശസ്തനായ മാത്തമെറ്റീഷ്യൻ ആയിരുന്ന ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം CBSE ഗണിത് വീക്കായിട്ടാണ് ആഘോഷിച്ച് വരുന്നത്. എന്താണ് ഗണിത് അർത്ഥമാക്കുന്നത്? ഗണിത്തിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഉത്തരം ഗ്രോയിങ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ന്യൂമറിക്കൽ ഇന്നോവേഷൻസ് ആൻഡ് ട്രെയിനിങ്. ഗ്രോയിങ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ന്യൂമറിക്കൽ ഇന്നോവേഷൻസ് ആൻഡ് ട്രെയിനിങ് ആണ് ഗണിത്തിന്റെ എക്സ്പാൻഷൻ ഫുൾ ഫോം എന്ന് പറയുന്നത്. G stands for growing, A stands for aptitude, N stands for numerical, I stands for innovation, and finally the T stands for training. 61ാമത്തെ ചോദ്യം, in which country were the kindergarten schools inaugurated for the first time? ഏത് രാജ്യത്തിലാണ് ആദ്യമായി കിൻഡർഗാർട്ടൻ സ്കൂളുകൾ ഇനാഗുറേറ്റ് ചെയ്തത്? ഉത്തരം ജർമ്മനി. ജർമ്മനിയിലാണ് ആദ്യമായിട്ട് കിൻഡർഗാർട്ടൻ സ്കൂളുകൾ ഇനാഗുറേറ്റ് ചെയ്തത്. അത് ബ്ലാങ്കൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ജർമ്മനിയിലെ ബ്ലാങ്കൻബർഗിൽ 1837. 62ാമത്തെ ചോദ്യം, അണ്ടർ ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് വിച്ച് സ്റ്റേജ് ഷുഡ് ബി ഗിവൺ ദ മാക്സിമം ടൈം? ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡിൽ ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നത്? ഉത്തരം പ്രസന്റേഷൻ. കോൺസെപ്റ്റുകൾ പ്രസന്റ് ചെയ്യാനാണ് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നത്. 63ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് മൈൻഡ് ഇൻ സൊസൈറ്റി? മൈൻഡ് ഇൻ സൊസൈറ്റി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഉത്തരം വൈഗോട്സ്കി. വൈഗോട്സ്കിയാണ് മൈൻഡ് ഇൻ സൊസൈറ്റി എന്ന ബുക്ക് എഴുതിയത്. 64ാമത്തെ ചോദ്യം, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ്? സാധാരണഗതിയിൽ അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഉത്തരം അസസിങ് ദ എമൗണ്ട് ഓഫ് ലേണിംഗ് ആഫ്റ്റർ ടീച്ചിങ്. ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അത് എത്രത്തോളം കുട്ടികളിലേക്ക് റീച്ച് ആയി എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് അളക്കുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ സാധാരണ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 65ാമത്തെ ചോദ്യം, ഹു ലോഞ്ച്ഡ് ദ സ്വയം ആൻഡ് സ്വയം പ്രഭ? ആരാണ് സ്വയം ആൻഡ് സ്വയം പ്രഭ ലോഞ്ച് ചെയ്തത്? ഉത്തരം പ്രണബ് മുഖർജി. പ്രണബ് മുഖർജിയാണ് സ്വയം ആൻഡ് സ്വയം പ്രഭ ലോഞ്ച് ചെയ്തത്. ആക്ച്വലി സ്വയം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ്. എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ് സ്വയം. സ്വയം പ്രഭ എന്ന് പറയുന്നത് 32 DTH ചാനൽസ് ആണ്. 66ാമത്തെ ചോദ്യം, ദ സ്വയം പ്രഭ DTH ചാനൽസ് ആർ യൂസിങ് വിച്ച് സാറ്റലൈറ്റ് ഫോർ പ്രോഗ്രാം ടെലികാസ്റ്റ്? സ്വയം പ്രഭ DTH ചാനലുകൾ പ്രധാനമായിട്ടും അവരുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് സാറ്റലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഉത്തരം GSAT 50. GSAT 15 എന്ന സാറ്റലൈറ്റ് ആണ് സ്വയം പ്രഭ DTH ചാനലുകൾ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 67ാമത്തെ ചോദ്യം, ദി അബ്രിവേഷൻ സ്കോവ് സ്റ്റാൻഡ്സ് ഫോർ? സ്കോവിന്റെ അബ്രിവേഷൻ എന്താണ്? ഉത്തരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് സ്കോവിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. 68ാമത്തെ ചോദ്യം, ടീച്ചിങ് ടോപ്പോളജി ഇൻക്ലൂഡ്സ്? ഗ്രീൻ ആണ് ടീച്ചിങ് ടോപ്പോളജി ഡെവലപ്പ് ചെയ്തത് വർഷം 1964. പ്രധാനമായും ടീച്ചിങ് ടോപ്പോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഉത്തരം ട്രെയിനിങ്, ഇൻസ്ട്രക്ഷൻ, കണ്ടീഷനിങ് ആൻഡ് ഇൻഡോക്ട്രിനേഷൻ. ഫസ്റ്റ് വൺ ഈസ് ട്രെയിനിങ് and the second one is instruction, third one conditioning, and the last one is indoctrination. 69ാമത്തെ ചോദ്യം, maximum participation of students during teaching is possible through? പൂർണ്ണമായും കുട്ടികളുടെ പങ്കാളിത്തം ഏത് ടീച്ചിങ് മെത്തേഡിലാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്നത്? ഉത്തരം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആവുകയും ക്ലാസ് നമുക്ക് എൻജോയബിൾ ആക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡിലാണ് കുട്ടികളുടെ, സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് മാക്സിമം ആക്കാൻ വേണ്ടി പറ്റുന്നത്. 70ാമത്തെ ചോദ്യം, CIET സ്റ്റാൻഡ്സ് ഫോർ? CIET അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് CIETയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്.
MHRDയുടെ കീഴിലാണ് ഇത് വരുന്നത്. MHRD മീൻസ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. വർഷം 1984, 1984 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 71ാമത്തെ ചോദ്യം, ഗ്യാൻവാണി ലോഞ്ച്ഡ് ബൈ ഇഗ്നോ ടു കവർ ദ എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ഇന്ത്യ റെഫേഴ്സ് ടു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇഗ്നോ ലോഞ്ച് ചെയ്ത ഗ്യാൻവാണിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഉത്തരം എഡ്യൂക്കേഷണൽ FM റേഡിയോ നെറ്റ്വർക്ക്. ഗ്യാൻവാണി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ FM റേഡിയോ നെറ്റ്വർക്കാണ്. അതായത് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ മാത്രം പ്രക്ഷേപണം ചെയ്യുന്ന FM റേഡിയോ നെറ്റ്വർക്കാണ് ഗ്യാൻവാണി. 72ാമത്തെ ചോദ്യം, കോൺ ഓഫ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ടീച്ചിങ് ലേണിംഗ് വാസ് സജസ്റ്റഡ് ബൈ. ടീച്ചിങ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഉത്തരം എഡ്ഗർ ഡെയിലാണ്. എഡ്ഗർ ഡെയിലാണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളവനെ വിളിക്കുന്നത് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ്. ആക്ച്വലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വിഷ്വൽ മോഡലാണ്. ലേണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റേജ് ബൈ സ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ മോഡലാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഇതിൽ ആകെ മൊത്തം 11 സ്റ്റേജസ് ആണ് ഉള്ളത്. 73ാമത്തെ ചോദ്യം, ദ എക്സ്പാൻഷൻ ഓഫ് സങ്കൽപ് ഈസ്. സങ്കൽപ്പിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഉത്തരം സ്കിൽസ് അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലിവ്ലിഹുഡ് പ്രൊമോഷൻ. സ്കിൽസ് അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലിവ്ലിഹുഡ് പ്രൊമോഷൻ ആണ് സങ്കൽപ്പിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. 74ാമത്തെ ചോദ്യം, ഹു ഡെവലപ്ഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന തിയറി ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഹവേർഡ് ഗാർഡ്നർ. ഹവേർഡ് ഗാർഡ്നർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 75ാമത്തെ ചോദ്യം, സ്വയം റെഫേഴ്സ് ടു. സ്വയം എന്നതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഉത്തരം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ് സ്വയം എന്നതിന്റെ എക്സ്പാൻഷൻ. സ്വയം എന്നത് ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ്. എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ് സ്വയം. 76ാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് വിച്ച് ഇയർ ദ പ്രസന്റ് സിസ്റ്റം ഓഫ് അഫിലിയേഷൻ ഓഫ് കോളേജസ് ടു ദ യൂണിവേഴ്സിറ്റീസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏത് വർഷമാണ് നിലവിലുള്ള, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റീസിലോട്ട് കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യുന്ന സമ്പ്രദായം നിലവിൽ വന്നത്? ഉത്തരം 1857. 1857 കോളേജുകളിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്ന സമ്പ്രദായം നിലവിൽ വന്നത്. 77ാമത്തെ ചോദ്യം, വിച്ച് റിപ്പോർട്ട് അഡ്രസ്ഡ് ദ അക്കാഡമിക്, ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഓഫ് ദി എക്സാമിനേഷൻ സിസ്റ്റം. ഇന്ത്യയിൽ നിലവിലുള്ള പരീക്ഷാ സമ്പ്രദായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച്, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം അക്കാഡമിക്കൽ പ്രോബ്ലംസ്, ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഇതുപോലുള്ള ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ട് ഏതാണ്? ഉത്തരം റിപ്പോർട്ട് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി എഡ്യൂക്കേഷണൽ സിസ്റ്റം. റിപ്പോർട്ട് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എക്സാമിനേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വർഷം 1965. 78ാമത്തെ ചോദ്യം, ദ എക്സ്പാൻഷൻ ഓഫ് NMEICT ഈസ്. NMEICTയുടെ എക്സ്പാൻഷൻ എന്താണ്? ഉത്തരം നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് NMEICTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. N സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ, M സ്റ്റാൻഡ്സ് ഫോർ മിഷൻ, E സ്റ്റാൻഡ്സ് ഫോർ എഡ്യൂക്കേഷൻ, I സ്റ്റാൻഡ്സ് ഫോർ ഇൻഫോർമേഷൻ, C സ്റ്റാൻഡ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫൈനലി ദ T സ്റ്റാൻഡ്സ് ഫോർ ടെക്നോളജി. 79ാമത്തെ ചോദ്യം, നെയിം ദ സ്കീം വിച്ച് ഫെസിലിറ്റേറ്റ്സ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ ലോകത്തുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അക്കാഡമിക് മേഖലയിലും അതുപോലെ റിസർച്ച് മേഖലയിലും നടത്തുന്ന കൊളാബറേഷന് സഹായിക്കുന്ന സ്കീം ഏതാണ്? ഉത്തരം സ്പാർക്ക്. സ്പാർക്ക് എന്ന സ്കീമാണ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷന് പ്രധാനമായും സഹായിക്കുന്നത്. സ്പാർക്കിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിസർച്ച് എക്കോസിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ കൂടുതൽ രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് സ്പാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്റൻഷൻ എന്ന് പറയുന്നത്. 80ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ ഹാസ് ഗിവൺ സ്പെഷ്യൽ എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് മാൻ പവർ? ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്
എഡ്യൂക്കേഷനും അതുപോലെ മാൻ പവറിനും ഇമ്പോർട്ടൻസ് കൊടുത്തത്, സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുത്തത്? ഉത്തരം 4th 5-year പ്ലാൻ, 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എഡ്യൂക്കേഷനും മാൻ പവറിനും സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. 81ാമത്തെ ചോദ്യം, when a teacher is comparatively passive and the students are overtly and sit as listeners, only this way of teaching method is called. ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറിയതിനു ശേഷം ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നു, കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മെത്തേഡ്, ടീച്ചിങ് മെത്തേഡിനെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്ന രീതിയിലൂടെയാണ് ടീച്ചർ അവിടെ പാസീവ് ആവുന്നു, കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് കുട്ടികളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കുട്ടികൾ വളരെ പ്രത്യക്ഷമായി തന്നെ അത് ക്ലാസ്സിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കും. 82ാമത്തെ ചോദ്യം, ദ ബേസിക് ഫിലോസഫി ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് ഈസ്. പ്രോജക്റ്റ് മെത്തേഡ് എന്ന വളരെ പോപ്പുലറായ ടീച്ചിങ് മെത്തേഡിൻ്റെ ബേസിക് ഫിലോസഫി എന്താണ്? ഉത്തരം പ്രാഗ്മാറ്റിസം. പ്രോജക്റ്റ് മെത്തേഡിൽ പ്രത്യേകിച്ച് പ്രാക്ടിക്കബിലിറ്റി അല്ലെങ്കിൽ പ്രായോഗികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ബേസിക് ഫിലോസഫി തീർച്ചയായിട്ടും പ്രാഗ്മാറ്റിസം തന്നെയാണ്. 83ാമത്തെ ചോദ്യം, ദി പ്രൊപ്പോർഷൻ ആംഗിൾ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ബോഡി പോസ്ചർ ആൻഡ് ദ ബ്ലാക്ക് ബോർഡ് ഷുഡ് ബി. അതായത് അധ്യാപകരുടെ ശരീരനിലയും ബ്ലാക്ക് ബോർഡും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആംഗിൾ എത്രയായിരിക്കണം? ഉത്തരം 45 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി, ഏകദേശം 45 ഡിഗ്രി അവിടെ ഉണ്ടായിരിക്കണം. അത് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ ഒരു 10% ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അപ്പോൾ എന്തായാലും ഉത്തരം 45 ഡിഗ്രിയാണ്. 84ാമത്തെ ചോദ്യം, ദ ഫോർമുല അപ്ലൈഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ കോഷ്യന്റ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷണൽ കോഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോമണായി യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ഉത്തരം എഡ്യൂക്കേഷണൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. എഡ്യൂക്കേഷണൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ കോഷ്യന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഫോർമുല. 85ാമത്തെ ചോദ്യം, ദ ഏജൻസി വിച്ച് ഹാവ് ഫൗണ്ടഡ് സ്കോവ് ഈസ്. സ്കോവ് ഡെവലപ്പ് ചെയ്ത ഏജൻസി ഏതാണ്? സ്കോവിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് സ്കോവിൻ്റെ എക്സ്പാൻഷൻ. ആ സ്കോവ് ഡെവലപ്പ് ചെയ്ത ഏജൻസി ഏതാണ്? ഉത്തരം UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് സ്കോവ് ഡെവലപ്പ് ചെയ്തത്. 86ാമത്തെ ചോദ്യം, ദി അച്ചീവ്മെന്റ് ടെസ്റ്റ് വിച്ച് ആർ ജനറലി ഫോർമുലേറ്റഡ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് റൂട്ടീൻ ക്ലാസ് റൂം പെർഫോമൻസസ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ കാൾഡ്. കുട്ടികൾ ക്ലാസ് റൂമിൽ നടത്തുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അച്ചീവ്മെന്റ് ടെസ്റ്റ് ഏതാണ്? ഉത്തരം ടീച്ചർ മെയ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ടീച്ചർ മെയ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെയാണ് കുട്ടികളുടെ ക്ലാസ് റൂം പെർഫോമൻസുകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 87ാമത്തെ ചോദ്യം, വിച്ച് പ്രോഗ്രാം കണക്ട്സ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു വില്ലേജസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് നോളജ് ടു എൻറിച്ച് റൂറൽ ഇന്ത്യ. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗ്രാമങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഏതാണ്? ഉത്തരം ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാൻ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ വില്ലേജസുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. 88ാമത്തെ ചോദ്യം, who is the chief exponent and modifier of the project method in recent time. സമീപകാലത്ത് വളരെ പോപ്പുലറായ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ മോഡിഫയറും അതുപോലെ എക്സ്പോണൻറ്റും ആയ വ്യക്തി ആരാണ്? ഉത്തരം WH കിൽപാട്രിക് ആൻഡ് JA സ്റ്റീവൻസ്. WH കിൽപാട്രിക്കും JA സ്റ്റീവൻസനുമാണ് സമീപകാലത്ത് പ്രോജക്റ്റ് മെത്തേഡിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയത്. 89ാമത്തെ ചോദ്യം, ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ്. എന്ത് മെഷർ ചെയ്യുന്ന പ്രക്രിയ ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഉത്തരം ചേഞ്ച് ഇൻ ബിഹേവിയർ. കുട്ടികളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി മെഷർ ചെയ്യുന്ന പ്രക്രിയയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. 90ാമത്തെ ചോദ്യം, ടീച്ചിങ് ഈസ് എ കണ്ടിന്യൂം വിച്ച് സ്പ്രെഡ്സ് ഫ്രം മെമ്മറി ലെവൽ ടു തിങ്കിങ് ലെവൽ. ദി എസെൻഷ്യൽ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദീസ് ടു ലെവൽ ഈസ് കാൾഡ്. ടീച്ചിങ് ലെവൽസ് പ്രധാനമായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ അല്ലെങ്കിൽ തിങ്കിങ് ലെവൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ 2 ലെവൽസ്, അതായത് മെമ്മറി ലെവലിനെയും തിങ്കിങ് ലെവലിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ലിങ്ക് ആയ ലെവൽ ഏതാണ്?
ഉത്തരം അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മെമ്മറി ലെവൽ, സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, തേർഡ് വൺ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ അല്ലെങ്കിൽ തിങ്കിങ് ലെവൽ. സോ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മെമ്മറി ലെവലിനെയും തിങ്കിങ് ലെവലിനെയും പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. 91ാമത്തെ ചോദ്യം, ദ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഫസ്റ്റ് took serious note of the problem of brain drain was. ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഏത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായ ബ്രെയിൻ ഡ്രെയിൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഉത്തരം സാർജന്റ് കമ്മീഷൻ. ദ സാർജന്റ് കമ്മീഷനാണ് ബ്രെയിൻ ഡ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ബ്രെയിൻ ഡ്രെയിൻ? അതായത് സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ബുദ്ധിമാന്മാരുടെ കുടിയേറ്റത്തിനെയാണ് നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. വലിയൊരു പ്രശ്നമാണ്. 92ാമത്തെ ചോദ്യം, ദി കമ്പോസിഷണൽ സ്കിൽസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ പ്രസന്റേഷൻ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ബി മോസ്റ്റ് എഫക്റ്റീവ്ലി ഇവാലുവേറ്റഡ് ബൈ വിച്ച് ടെസ്റ്റ്? ഏത് ടെസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടികളുടെ കമ്പോസിഷണൽ സ്കിൽസും അതുപോലെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനുള്ള ക്രിയേറ്റിവിറ്റിയും ശരിയായ രീതിയിൽ എഫക്റ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം എസ് എ ടൈപ്പ് ടെസ്റ്റ്. എസ് എ ടൈപ്പ് ടെസ്റ്റുകളിലൂടെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് കുട്ടികളുടെ പ്രസന്റേഷൻ സ്കില്ലും അതുപോലെ കമ്പോസിഷണൽ സ്കിൽസും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 93ാമത്തെ ചോദ്യം, ദ ഫീൽഡ് ഓഫ് സ്റ്റഡി വിച്ച് യൂസസ് റോൾ പ്ലേയിങ്, സിമുലേഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ as strategies for adult learners is known as. മുതിർന്നവർക്കുള്ള തന്ത്രങ്ങളായി റോൾ പ്ലേയിങ്ങും സിമുലേഷനും അതുപോലെ സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സ്വയം വിലയിരുത്തലും ഉപയോഗിക്കുന്ന പഠന മേഖലയെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ആൻഡ്രഗോജി. ആൻഡ്രഗോജി എന്നാണ് ഇത്തരം പഠന മേഖലയെ വിളിക്കുന്നത്. 94ാമത്തെ ചോദ്യം, ഇൻസ്ട്രക്ഷൻസ് വിച്ച് എൻകറേജ് ലൈവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ത്രൂ ഓൺലൈൻ ക്ലാസ്സസ് ആർ കാൾഡ്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ തത്സമയ പങ്കാളിത്തത്തെയും അതുപോലെ ആശയ വിനിമയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം സിൻക്രണസ് ഇൻസ്ട്രക്ഷൻസ്. സിൻക്രണസ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ തത്സമയ പങ്കാളിത്തത്തെയും ആശയവിനിമയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ വിളിക്കുന്നത്. 95ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ focuses on the identification of deficiencies and difficulties of the learner? അതായത് ഏത് തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് പഠിതാവിൻ്റെ അല്ലെങ്കിൽ ലേണറിൻ്റെ കുറവുകളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ശരിയായ രീതിയിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തിയാൽ മാത്രമേ പഠിതാവിൻ്റെ കുറവുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. 96ാമത്തെ ചോദ്യം, ആസ് പെർ ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് ജിയാൻ പിയാഷെ, അഡോളസെന്റ് സ്റ്റുഡൻസ് ആർ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്? ജിയാൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി അനുസരിച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥികൾ ഡെവലപ്മെന്റിന്റെ ഏത് സ്റ്റേജിലാണ് ഉള്ളത്? ഉത്തരം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ജിയാൻ പിയാഷെ അഡോളസെന്റ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് 12 വയസ്സോ അതിൽ കൂടുതലോ വരുന്ന കുട്ടികളാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ അകത്ത്. 97ാമത്തെ ചോദ്യം, എക്സ്പാൻഷൻ ഓഫ് ഇംപ്രിന്റ് ഈസ്. ഇംപ്രിന്റ് എന്നതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഉത്തരം ഇംപാക്ടിംഗ് റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. ഇംപാക്ടിംഗ് റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ആണ് ഇംപ്രിന്റിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. 98ാമത്തെ ചോദ്യം, 4 distinct stages of children's intellectual development are identified by. അതായത് കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഭൗതിക വികാസനത്തിന്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങൾ, 4 ഡിഫറെന്റ് സ്റ്റേജസ് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ജിയാൻ പിയാഷെ. ജിയാൻ പിയാഷെയാണ് 4 distinct stages of children's intellectual development ഐഡന്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. 99ാമത്തെ ചോദ്യം, ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കോഗ്നിറ്റീവ് ഡൊമൈൻ വാസ് പ്രസന്റഡ് ബൈ. കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രസന്റ് ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ബെഞ്ചമിൻ എസ് ബ്ലൂം. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്
കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രസന്റ് ചെയ്തത്. ഇതിനെ നമ്മൾ ബ്ലൂംസ് ടാക്സണമി എന്നാണ് വിളിക്കുന്നത്. ബ്ലൂംസ് ടാക്സണമിയിൽ പ്രധാനമായിട്ട് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കൊഗ്നിറ്റീവ് ഡൊമൈൻ, രണ്ടാമത്തത് അഫക്റ്റീവ് ഡൊമൈൻ, അവസാനത്തത് സൈക്കോമോട്ടർ ഡൊമൈൻ. 100ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു സ്റ്റെൻബർഗ് ദ എബിലിറ്റി ടു അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഐഡിയാസ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് അസ്. സ്റ്റെൻബർഗിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് ആശയങ്ങൾ വിശകലനം ചെയ്യാനും അത് വിലയിരുത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് മികച്ച രീതിയിൽ ഏത് ഇന്റലിജൻസിലാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം അനാലിറ്റിക്കൽ ഇന്റലിജൻസ്. അനാലിറ്റിക്കൽ ഇന്റലിജൻസിലാണ് ഇത്തരം കഴിവുകൾ മികച്ച രീതിയിൽ വിവരിച്ചിരിക്കുന്നത്.